ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുഞ്ഞുമാൻ്റെ പുള്ളിൻ്റെ മൈലാഞ്ചിൻ്റെ വിശേഷങ്ങൾ പാതി പറഞ്ഞിട്ട് ഞാൻ പോയതല്ലേ ബയ്യക്ക് എൻ്റെ കൊറ്റും കൂടി ഇല്ലാതെ കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതൽ തന്നെ ബിസി ഉണ്ടായി. അങ്ങനെയാണ് കാണാത്തത്. അപ്പോൾ അത് ഇതിപ്പോൾ മംഗലെല്ലാം കഴിഞ്ഞിട്ട് പുതിനാട്ടി വിരുന്ന് കഴിഞ്ഞ് ടൂർ പോയിട്ട് വന്ന് പിന്നെയും വിരുന്ന് കഴിഞ്ഞ് എത്ര എല്ലാ ദിവസമായിന്. പക്ഷെ നമ്മൾ ഇങ്ങനെ കുറച്ച് അങ്ങനെ ഇങ്ങോട്ട് പോകാനും വരാനും പോക്കും വരുത്തല്ലായതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനേ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ്. ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആകുമ്പോൾ കുറേ ടൈം എടുക്കുന്നത് നമുക്ക് വോയിസ് കൊടുക്കാനും. ഇനി ഒരു മൈക്കെല്ലാം മേങ്ങണം ഇൻഷാല്ലാ. അപ്പോൾ വോയിസ് കൊടുക്കുന്ന ആ ഒരു ടൈം നമുക്ക് ലാഭമാവും. വെറും അപ്ലോഡ് ആക്കിയാൽ മതി. ഇത് വോയിസ് കൊടുക്കണം, അപ്ലോഡ് ആക്കണം, അതങ്ങനെ ഇങ്ങനെയായിട്ട് കുറച്ച് കൂടുതൽ തന്നെ പണിയുണ്ടാകുന്ന പറഞ്ഞാൽ അങ്ങനെതാ മൈലാഞ്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇല്ലേ. പിന്നെ നമുക്ക് ഇത് ഈ മംഗലം കൂടി കഴിഞ്ഞെങ്കിൽ ഞങ്ങളെ ഫാമിലിയിൽ അടുത്തതായിട്ട് ഇപ്പോൾ ഒന്നുമില്ല പറഞ്ഞതൊന്നും. ഇനി അളപ്പാൻ്റെ മോനിക്ക് പെണ്ണ് നോക്കുന്നുണ്ട്, പിന്നെ അളപ്പാൻ്റെ മോന് പെണ്ണ് നോക്കുന്നുണ്ട്. അതെല്ലാം ഇനി പെണ്ണൊന്ന് സെറ്റായിട്ടാണ്. പെണ്ണ് പിള്ളേർതെല്ലാം നമ്മളെ ഫാമിലിയിലുള്ളത് ഒരു വക ഇപ്പം കഴിഞ്ഞ്. ഇനിയല്ല ചെറിയ മക്കളൊന്നും വലുതാവാനല്ല ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ നാളിൽ അധികവും പെണ്ണിനാന്ന് മല ആണ് പിള്ളേർ കുറേ ഉണ്ട്. കുറേ ആളെന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും പുതിയ ആപ്പിളുണ്ടാ, നല്ല പെണ്ണുണ്ടാ. പെണ്ണ് കുറേ ഉണ്ട്. പക്ഷെ എല്ലാം പഠിക്കുന്നതുകൊണ്ടില്ലേ ഒന്നും അങ്ങനെ ഞാൻ ഇൻട്രസ്റ്റ് ഇല്ല. അതാണ്. അപ്പോൾ അതാ പെണ്ണിൻ്റെ പേരെന്ന് നമ്മൾ നേരെ ചെക്കൻ്റെ പേർക്ക് എത്തി. ചെക്കൻ്റെ പേരെല്ലാം മാഷാല്ലാ അടിപൊളി സെറ്റപ്പിൽ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഐസ്ക്രീമെല്ലാം കഴിച്ചിട്ടായതിന് ശേഷം ഇല്ലേ അവിടെ നല്ല ചൂട് പഴംപൊരി, കേങ്ങാച്ച, പിന്നെ മറ്റേ ഇതിൽ എന്താ അതിൻ്റെ പേര് മറന്നു, ഗോളി വെജെല്ലാം ഉണ്ടായിന്. പിന്നെ ഫ്രൂട്ട് സാലഡ് ഉണ്ടായിന്. പിന്നെ മൈസൂർ പാക്ക്, അങ്ങനത്തെ എന്തെല്ലോ സംഭവങ്ങളെല്ലാം ഉണ്ടായി. പിന്നെ എന്തുണ്ടായി, നല്ല പുറത്തും മഴയും വരുന്നുണ്ടായി. അപ്പോൾ പുതിയാപ്പിള മഷാല പുതിനാട്ടിക്ക് നല്ല സർപ്രൈസ് ആയിട്ടില്ലേ സ്കൂട്ടിയെല്ലാം കൊടുത്തിട്ടെല്ലാം ഉണ്ടായി. മഷാല നോക്കട്ടെ, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതവിടെ നല്ല ചൂട് ചായ ഉണ്ടാക്കുന്നത്. ചായ നമ്മളൊരു വീക്ക്നെസ് ഇല്ല. അപ്പോൾ ചായയുടെ കണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. വീഡിയോ എല്ലാം എടുത്തിട്ട് അതിന് ശേഷമല്ലേ. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ടില്ല. വേറെ ഫുൾ ലൈറ്റ് ഉണ്ടായി, അതുകൊണ്ട് തന്നെ ചായ വേണ്ടാന്നിട്ടില്ലേ വീഡിയോസ് എല്ലാം എടുത്തിട്ട് വന്നതാണ്. നല്ല സ്റ്റാളെല്ലാം ഇട്ടിട്ടില്ലേ, നല്ല മജയുണ്ട്. രാത്രിയല്ലേ സംഭവം, അതുകൊണ്ട് തന്നെ നല്ല മജയുണ്ടായിന് നോക്കാൻ. അങ്ങനെ നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ടായിന്. ഓരോ ഫാമിലിയും നമ്മളെ ഫാമിലി എല്ലാം റേറ്റ് മാഷാല്ലാ അവിടെ എത്തിയിട്ടാകുമ്പോൾ കുറേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിന്ന് പറഞ്ഞാൽ. അങ്ങനെ എല്ലാവരോടും കഥ പറഞ്ഞിട്ടും ബിസി എല്ലാം ആക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ നമ്മൾ പെരുക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് എല്ലാ മംഗലം കഴിഞ്ഞിന് ഒന്ന് സമാധാനമായിട്ട് നിൽക്കണം പെരിൻ്റെ ഉള്ളിൽ. ഫാമിലി ഒരു മംഗലം കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ മെയിൻ സഹിക്കാൻ കഴിയാത്തത് ഡ്രസ്സെല്ലാം അലക്കാനുള്ളതാണ്. കുറേ ആ ഒരു ടാസ്ക് എല്ലാം കഴിഞ്ഞ് മംഗലത്തിൻ്റെ പേരിൽ പിന്നെ 2-3 പണിക്കാരത്തോറും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. മംഗലം പോലെ വേഗം ക്ലീൻ ആവും. പക്ഷെ നമ്മ ഈ ഒരുങ്ങി കെട്ടിട്ട് പോയോറ് കച്ചറിയും അൽമ്പൂമിയുള്ള പറയണ്ടല്ലേ. അങ്ങനെ ഉണ്ടായിന് ഒരു 2 ദിവസം നിർത്താണ്ട് അലക്കിയത് തന്നെയാന്ന് പറഞ്ഞാൽ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ ഇങ്ങനെ തിരക്കൊടന്നെ ഉണ്ടായി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനില്ലേ നമ്മളെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2-3 റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് റെസിപ്പി എല്ലാം ആയിട്ട് പോകാം. കുറേ സൈല് പോക്ക് വരുത്ത് എൽമ്പ് ഗൗജി നമുക്ക് എന്നെ പിടിച്ച് ഞാൻ ചെല്ലുന്നുണ്ട് 2-3 ദിവസം നല്ല വാങ്ങല ഉറങ്ങണമെന്ന്. അവർക്കെല്ലാം ഒന്ന് സെറ്റായിട്ടാണോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവണമെങ്കിൽ അങ്ങനെതാ പുറത്തിറങ്ങുമ്പോൾ തന്നെ രാവിലെ തന്നെ നല്ല മഴ വരുന്നുണ്ടാവും. ഞാൻ കാറ്റും അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല, സാധാരണ സിമ്പിളായിട്ട് പാപത്തിലേക്ക് നല്ല മഴ വരുന്നുണ്ട്. ഇപ്പോൾ ഇല്ലേ ഈ വീഡിയോയിൽ കാണുമ്പോൾ വെളിയായിട്ട്, പക്ഷെ കുറച്ചിനായിട്ട് ഇട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നല്ല തെളിഞ്ഞിട്ട് കാണുന്നുണ്ടല്ലേ. ഏകദേശം 5:45-6 മണി ആ ഒരു ടൈമായിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് പുറത്ത്. കുറേ നേരം മയനെല്ലാം നോക്കിയിട്ട് ആസ്വദിച്ചിട്ട് അതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിലോട്ട് കയറുന്നത്. അപ്പോൾ ഞാൻ ഷോർട്സ് എല്ലാം ഇട്ടിട്ട് നമുക്ക് കടലക്കറീൻ്റെ റെസിപ്പി കാണിക്കുമല്ലോ. കുറേ അവിടെ ചോദിക്കുന്നുണ്ട് അതിന്. അപ്പോൾ ഞാൻ ഇൻഷാല്ലാ ഈ വീഡിയോയിൽ കടലക്കറീൻ്റെ റെസിപ്പി എല്ലാം നിങ്ങൾ കാണിച്ചു തരാം. കുറച്ച് നേരെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് കിച്ചണിലോട്ട് തന്നെ കയറിനെ. അപ്പോൾ എല്ലാം നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓർഡറെല്ലാം ഉണ്ടായി രാത്രി, അതെല്ലാം ആയിട്ട് എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം കാണുന്നില്ല, താഴെ ഫുള്ള് നിരത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ കിച്ചണ് ബയ്യല്ല കെട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന് ക്യാബിനാക്കാന്ന് അതിൻ്റെ ഉള്ളൊന്ന് താഴെ. പക്ഷേ ബയ്യ വിചാരിച്ച് ഇങ്ങനെ നമുക്ക് പെട്ടെന്നില്ലേ ഈ വലിയ ചട്ടിയും പാത്രങ്ങളെല്ലാം എടുക്കാനും വെക്കാനും ക്യാബിനാക്കി എന്തായാലും ഒന്ന് ഒരു ശരിയാവില്ല എടുക്കാനല്ലോ. അപ്പോൾ ഇതെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നമുക്ക് എടുക്കാനും വെക്കാനല്ലോ വേഗം കഴിയുന്നിട്ട് പിന്നെ അങ്ങനെ ക്യാൻസലാക്കിയതാണ് ക്യാബിന് ആക്കുന്ന സംഭവം. അങ്ങനെ അപ്പോൾ ഇത് നോക്കിയാൽ വെള്ളപ്പം ഞാൻ അരച്ചിട്ട് രാത്രി വെച്ചിട്ടുണ്ടായി. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ പസ്രൂന് പുട്ടല്ല
സജ്ജികയില്ലേ ഉപ്പുമാവ്, സജ്ജികയും കടലക്കറിയാണ്. അപ്പോൾ പിള്ളേർക്ക് കുറേ ദിവസമായി ഇപ്പം നമ്മൾ സജ്ജികയും കടല തന്നെ ആക്കുന്നത്. പിള്ളേർ ചോദിക്കാൻ തുടങ്ങി രാവിലെ എന്ത് സജ്ജിക, ഉച്ചക്ക് എന്ത് സജ്ജിക, രാത്രി എന്ത് സജ്ജിക. അതുകൊണ്ട് ഞാൻ പിള്ളമാർക്ക് വേണ്ടിയിട്ട് വെള്ളപ്പത്തിന് അരിച്ച് വെച്ചു. വെള്ളപ്പല്ല സോറി പോള, മറന്നുപോയി. കുറേ ദിവസമായില്ലേ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇവിടെ അധികം കടല തന്നെ ഉള്ളതുകൊണ്ട് തന്നെയല്ലേ ഞാൻ എന്താക്കും, കുറച്ച് കൂടുതൽ തന്നെ കടല വേവിച്ചിട്ട് വെക്കും ഉപ്പിട്ടിട്ട്. അപ്പോൾ രാവിലെ എണിച്ചിട്ട് അതിനൊന്ന് മസാല ആക്കിയാൽ മതി, പെട്ടെന്ന് പണി തീരും. അങ്ങനെ വേവിച്ചിട്ട് വെച്ച കടലയാണ് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ നല്ലപോലെ വേവിച്ച് നല്ല മുട്ട പോലെ വേണം കടല, നല്ലൊരു ടേസ്റ്റ് ആണെങ്കിൽ. അങ്ങനെ അപ്പോൾ അതാടെ നമ്മൾ മാറ്റിയേക്കാം. ഇനി നമുക്ക് സജ്ജിക ഉണ്ടാക്കാം. ഈ സജ്ജിക ഞാൻ അതിൻ്റെ റെസിപ്പിയെല്ലാം കാണിച്ചിട്ടുണ്ടായിന്, എന്നിട്ടിട്ടാകുമ്പോൾ ചോദിക്കുന്നുണ്ടായിന് റെസിപ്പി കാണിക്കുമെന്ന്. ഓയിലൊഴിക്കുക, കടുക് ഇട്ടിട്ട് അതിന് ശേഷം കറിവേപ്പ് ഇട്ടിട്ടായിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്. ഞാൻ മറ്റേ സജ്ജികക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം ഇടലുണ്ടായിരുന്നു. ഞാൻ തക്കാളിയെല്ലാം ഒരാളെ തക്കാളി ഇടലല്ലോ, പിന്നെ ക്യാരറ്റ് ഇടുന്നു, അങ്ങനെയെല്ലാം ഇടുന്നു. നമുക്ക് ഇഷ്ടമുള്ളതല്ല, വേണമെങ്കിൽ ഒരു ക്യാപ്സിക്കം ഇടാം, ഒരു പീസ്, ചെറിയ പീസെല്ലാം. അങ്ങനെ അതൊന്ന് മസാല ആക്കിയതിന് ശേഷം ഇല്ലേ ഒരിത്തിരി റവ ഇട്ടിട്ട് നല്ലപോലെ വറുത്ത് കൊടുക്കുക. വറുത്തിട്ട് അതിന് ശേഷം തിളച്ച വെള്ളം ഇല്ലേ ഉപ്പ് കൂട്ടിയിട്ട് തിളച്ച വെള്ളം കൂട്ടിയെങ്കിൽ സജ്ജിക റെഡി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മഹദണിച്ചിട്ട് വന്നിന് എണിച്ചിട്ട് വരുമ്പോൾ ഇല്ലേ എണിച്ച പാടെ ഒരു പാല് കൊടുക്കണോ, കുറച്ച് പാല് കൊടുത്തെങ്കിൽ സെറ്റാണ്. ഇപ്പം ഞാൻ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾക്ക് ഇങ്ങനെ ഉണ്ട്, ഇപ്പം ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ കരിയാൻ തുടങ്ങും, അതിന് മുമ്പ് ഓനൊന്ന് സെറ്റാക്കണോ. അപ്പോൾ ഈ സജ്ജികക്കില്ലേ വെള്ളം കൂട്ടിയെങ്കിൽ പിന്നെ കയ്യിലെടുക്കാൻ കഴിയില്ല. ഇതിനൊന്ന് സെറ്റാക്കിയിട്ട് അതിന് ശേഷം മഹദിനെ സെറ്റാക്കാതെ ഞാൻ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുന്നത്. കാസർഗോഡ്ക്കെല്ലാം സജ്ജിക എന്ന് പറഞ്ഞാൽ അറിയാം. പക്ഷേ ഒരാൾക്ക് ഈ സജ്ജിക ഇല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നത്, നമ്മൾ ഉപ്പുമാവ് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദോശ കരിഞ്ഞു പോയി അറിഞ്ഞാൽ, ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അങ്ങനെ ദോശ ഇടയിൽ ചുട്ടെടുക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഉപ്പുമാവ് റെഡിയാക്കുന്നുണ്ട്, അപ്പുറത്തേത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ കടല മസാല ആക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞാൻ കുറേ ആൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. അപ്പോൾ ഇതെന്താ അറിയോ, ഓയിൽ ഒഴിക്കുക, കടുവിട്ടതിന് ശേഷം കറിവേപ്പില, എന്നിട്ട് അതിൽ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം മഞ്ഞൾ, ഒരിത്തിരി ചിക്കൻ മസാല, ഒരിത്തിരി ഗരം മസാല, എന്താ നമ്മുടെ അടുത്തുള്ള അതെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം കടല ഇട്ട് കൊടുക്കുക. കടല ഇട്ടിട്ടായിട്ടില്ലേ മല്ലിച്ചപ്പ് ഇട്ടിട്ടായി തിളച്ച വെള്ളം കൂട്ടി കൊടുക്കുക. വെള്ളം കൂട്ടി കൊടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ ഒരിത്തിരി ആ മസാല ആക്കിയ കടലേന്നില്ലേ എടുത്തിട്ട് മിക്സിക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ ഒരിത്തിരി അല്ലെങ്കിൽ ഒരു കയ്യിലാൻ പറ്റും കടല, എന്നിട്ട് പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം ഇല്ലേ ഈ ഗ്രേവിക്ക് കൊടുത്തിട്ട് ഒരിത്തിരി വെള്ളമാക്കി നല്ല വെള്ളമല്ല, ഒരു മാതിരിയുള്ള വെള്ളം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. എൻ്റെ ഇടയിൽ അപ്പുറത്ത് ചെറുതായിട്ട് മഴയെല്ലാം പെയ്തുകൊണ്ടുണ്ട്. ഇവിടെ നല്ല ഭാഗമെന്ന് പറഞ്ഞാൽ ഫുഡാക്കാൻ ഈ മഴനിങ്ങനെ നോക്കിയിട്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അന്ന് വീഡിയോ തുടങ്ങിയ പാടെല്ലാം കാണിച്ചിരുന്നു, വെള്ളക്കടലൻ്റെ കറുത്ത കടലൻ്റെ റെസിപ്പി. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കാൻ മറ്റേ നാട്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാ മഞ്ഞത്തണ്ണിയെല്ലാം ആക്കുന്നില്ലേ, അതിനേക്കാളും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് സജ്ജികൻ്റെ കൂടെ പുട്ടിൻ്റെ ഒക്കെ, ദോശ, പോള, എന്തിൻ്റെയൊക്കെ വെള്ളപ്പത്തിൻ്റെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നോക്കിയാൽ ഇപ്പം ഞാൻ തിളക്കാൻ വേണ്ടിയിട്ടും കടലനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ചെടുത്തിട്ട് മിക്സിക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് അച്ചിരി കൊണ്ടുവന്നിട്ട് കൂട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടി നല്ല ഭാഗം തിളപ്പിച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിലേക്കില്ലേ മല്ലിച്ചപ്പെല്ലാം ഇട്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അറിഞ്ഞാൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഇടുന്നെങ്കിൽ തേങ്ങ വരച്ചിട്ട് കൂട്ടാം. പക്ഷെ ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല, ഇങ്ങനെ ആക്കിയതാണ്. ഇങ്ങനെ ആക്കിയിട്ട് നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടായിട്ട് എനിക്ക് കമൻറ്റ് ഇടണം. ഓക്കെ. ഇതാ പിങ്ക് സോൾട്ട് വേണ്ടിയിട്ടുണ്ടായി. അങ്ങനെ പിങ്ക് സോൾട്ടിനെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ കുറേ വട്ടം അതിനെ പരിചിക്കൊണ്ടുണ്ടായി, ഞങ്ങൾക്ക് കിട്ടിയിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ ഒന്ന് എഴുതുന്നപ്പോൾ മേങ്ങിയത് ഓർമ്മയില്ല എഴുതുന്നു. അങ്ങനെ അതാ കടലേന്നില്ല പകുതി മസാല ആക്കിയതിന് ശേഷം ഇല്ല ബാക്കിയുള്ളതിന് ഞാൻ അങ്ങനെ പൊത്തിരി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കിയെങ്കിൽ നല്ല എളുപ്പമെന്ന് പറഞ്ഞാൽ പണി ഭയങ്കര ഈസിയായ പോലെ. അതിപ്പോൾ മിനുകലെ വേഗം പോകണം സ്കൂളിലേക്ക് 8-8:30 ആകുമ്പോൾ പോയിട്ടാണ്. അപ്പോൾ കിച്ചണിൽ കയറുമ്പോൾ തന്നെ 6-7 മണിയാകുമ്പോൾ 7 മണിയായി 8 മണിയായി 7 ടൈം പോകുന്നതെന്ന് അറിയുന്നില്ല. പിന്നെ തിരക്കായി പിള്ളേർക്ക് ലേറ്റായി അങ്ങനെയാണ്. ഇപ്പോൾ വസ്ത്രമുള്ളതുകൊണ്ടില്ലേ എപ്പോഴും അധികം ലേറ്റായെങ്കിൽ കൊണ്ടുവിടുന്നതുകൊണ്ടില്ലേ ഒരു സമാധാനം ഉണ്ട് ഇനി. അപ്പോൾ അതാ ചൂട് സജ്ജിക്കും ചൂട് കടലക്കറിയും കഴിക്കുന്നുണ്ട്. നമ്മളുടെ ഒരു ഭാഗത്ത് ചൂട് കടലക്കറിയും പോളയും കഴിക്കുന്നുണ്ട്. അപ്പോൾ കാഞ്ഞിട്ട് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ നമ്മൾ ഒരിത്തിരിയെങ്കിലും ആണെന്ന് ഫുഡ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് നല്ല ടേസ്റ്റോടെ നല്ല അടിപൊളിയിലാണ് കഴിക്കുക. അപ്പോൾ അതിന് ഒരു വേറെ തന്നെ മജ്ജയെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ്, നല്ല കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുക, ഇഷ്ടപ്പെട്ടതല്ല കഴിക്കാം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഫുഡ് ആക്കണം എന്നിട്ടൊരു ഓർമ്മയെങ്കിലേ ഞങ്ങൾക്ക് അത് ഉണ്ടാക്കിയിട്ടാണ് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന എന്തെങ്കിലും ആകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഓർമ്മ ആവും, ഇന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന് ഇടിയപ്പം പാലാക്കണം അല്ലെങ്കിൽ ഓർഡർ തന്നെ ആണില്ല.
അങ്ങനെ ഒരു ഓർമ്മയെങ്കിലേ ഞാനത് എന്തായാലും ഉണ്ടാക്കും എനിക്കൊരു അങ്ങനത്തെ ഒരു ഇതാന്ന് പറഞ്ഞാൽ ബനായെങ്കിലേ കടന്നിരുന്നു എനിക്കല്ല അന്ന് രാവിലെ മുതൽ രാത്രി വരെ അത്രയ്ക്ക് മടിയാന്ന് അങ്ങനത്തെ എല്ലാം വേണ്ടാത്ത സ്വഭാവമെല്ലാം ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇത് പിറ്റേ ദിവസം അങ്ങനെല്ലാം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഓർഡർ കഴിഞ്ഞ്. അപ്പോൾ ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പായസമല്ല ഇടിയപ്പം പാല്, പിന്നെ പുഡിങ്, പിന്നെ എന്താ ഉണ്ടായിന് ന്യൂഡിൽസ്, ഇത്ര ഐറ്റംസിൻ്റെ ഓർഡർ ഉണ്ടായി. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ടായതിനു ശേഷം ഇല്ലേ ഇതിൻ്റെ ഇടയിലൊരു ഗുഡ് ന്യൂസ് ഉണ്ടായി. ഇൻസ്റ്റയിലില്ലേ 10K അടിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് മുറിക്കാനല്ല ഞാൻ പോയിട്ടുണ്ടായി. നമ്മളെല്ലാവരും ബാബിയും ഉമ്മ നമ്മളെല്ലാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പിറ്റേ ദിവസം എവിടെയാണ്. അപ്പോൾ കാഷ്യൂ ഫ്രൈൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായി. കാഷ്യൂ ഫ്രൈയും പിന്നെ പത്തലുണ്ടായി. പത്തലിൻ്റെ ഓർഡർ ഉണ്ടായി. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായി പത്തലിൻ്റെ ഓർഡർ എടുക്കുന്നതാണ്. അത് എടുക്കുന്നത് അതും ചൂടാൻ ഒരാൾക്ക് ടൈം ഉണ്ടാകുന്നില്ല അല്ല എന്തെല്ലാം ബിസി ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പത്തലിൻ്റെ ഓർഡർ എടുക്കുന്നത്. അങ്ങനെ പത്തൽ ഇത് ഏകദേശം ഒരു ഉച്ചക്കുണ്ടായ ഓർഡറാന്ന് തോന്നുന്നു. പള്ളിക്കെന്തോ കൊടുക്കാനോ അങ്ങനെ എന്തോ തോന്നുന്നു. ശരിക്കും അറിയാലോ എന്ത് കഥയെന്ന്. അങ്ങനെ പിന്നെ പത്തലിന് എത്രയും ചോദിക്കുന്നുണ്ട്. പത്തലിന് ഞാൻ 12 എടുക്കൽ. അങ്ങനെ നല്ല ചൂടോടെ എടുത്ത് വെച്ചിട്ടില്ലേ വാഴയിലയോ മറ്റേ നമ്മളെ ഫോയിലില്ലേ അതെല്ലാം വെച്ചിട്ട് ചുട്ടിട്ടാണ് കൊടുത്തത്. പിന്നെ ഞാൻ അധികം ഇല്ലേ ഇങ്ങനെ ദൂരത്തതെല്ലാം കവറിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കും ഫുഡ്. അല്ലെങ്കിൽ സ്നാക്സ് ഇങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുഡിങ് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൽ കൊടുക്കും. ആ ട്രെയിൽ കൊടുക്കുന്നത് പിന്നെ സ്നാക്സ് എല്ലാം ട്രെയിൽ തന്നെ കൊടുക്കും. വെറും സ്നാക്സ് എങ്കിലേ നമ്മളെ ബോക്സില്ലേ രുചി ഗോൾഡിൻ്റെ എണ്ണയുള്ള ബോക്സ് അതിലിട്ടിട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ ബൈലോട്ട് കൊടുക്കും. അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ എല്ലാം. പിന്നെ പുഡിങ് ഉള്ള ഓർഡർ എങ്കിൽ എല്ലാ പാത്രത്തിൽ തന്നെ കൊടുക്കും. എങ്ങനെ പുഡിങ്ങിൻ്റെ ട്രൈ കൊണ്ടുവരണമല്ലോ അപ്പോൾ അതിൻ്റെ തന്നെ പോലിട്ട് അങ്ങനെ. ഇപ്പോൾ അധികം ദൂരത്ത് നല്ല വിളിക്കുന്നുണ്ട് 50 ആളെ ഫുഡ്, 100 ആളെ ഫുഡ്, 20 ആളെ ഫുഡ്, 30 ആളെ ഫുഡ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു 50 ആളോളം 30 ആളോളം ഉള്ള ഫുഡില്ലേ ഇനി ഇങ്ങനത്തെ കണ്ടെയ്നറിലാണ് അവർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ ഇൻഷാല്ലാ. അവർക്ക് ബൈലോട്ട് ഡെലിവറി ആക്കണ്ടല്ലോ. നമ്മൾ ഈ കൊടുത്തിട്ട് ബൈലോട്ട് പാത്രം കൊണ്ട് വരണ്ടേ, അത് ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പം മാഷാല്ലാ ഇൻസ്റ്റയിലോ ഇതിലെല്ലാം കണ്ടുകൊണ്ടെന്നില്ല ദൂരത്ത് നല്ല വിളിക്കുന്നു. ചെർക്കള കാഞ്ഞങ്കാട് അങ്ങോട്ടൊന്നെല്ലാം അവർക്ക് ദൂരമായെങ്കിൽ പ്രശ്നമില്ല, ഫുഡ് റെഡിയാക്കി തരാൻ കഴിയുമെന്നല്ല ചോദിക്കുന്നത്. പക്ഷെ അതവർക്ക് ഓക്കെ ബൈലോട്ട് കൊണ്ടുവരുന്നില്ല, അത് ഭയങ്കര ടാസ്ക്കാണ്. ദൂരത്ത് നിന്ന് കൊണ്ടുവരണ്ടേ പാത്രമെല്ലാം. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് 30 ആളോളുള്ളത് ഇങ്ങനെ കണ്ടെയ്നർ പോലെ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ ഇൻഷാല്ലാ. കണ്ടെയ്നറിൻ്റെ ആളെ നമ്പറെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിന്. കുറച്ച് വലിയ കണ്ടെയ്നറില്ലേ അതെല്ലാം ഇപ്പോൾ ഹോട്ടലിൽ നിന്നല്ലേ നമുക്ക് കിട്ടുന്നില്ലേ അങ്ങനെ. അപ്പോൾ 10K ഒരു കേക്കെല്ലാം കട്ടാക്കിയിട്ടെല്ലാം വന്നിയാണ് നമുക്ക് ഇൻസ്റ്റയിൽ 10K അടിച്ചതിൻ്റെ മാഷാല്ലാ. അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറേ കേങ്ങ് വേവിച്ചത് തിന്നണമെന്ന് ഭയങ്കര ബുദ്ധിയുണ്ടായി. അങ്ങനെ ആ കേങ്ങ് കൊടുത്തിട്ടുണ്ടായി യസ്റും. അതിലേക്ക് നല്ല അടിപൊളി ചട്നി, അല്ലെങ്കിൽ അടിപൊളി ചട്നി ആഞ്ഞ് ആ ഒരു ചട്നി ഉണ്ടാക്കിയിട്ട് ചൂട് കട്ടൻ ചായയെല്ലാം കൂടിയിട്ട് കുടിച്ചതാണ്. അപ്പോൾ ഈ ചട്നിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാം. പോയി കപ്പക്ക്, കേങ്ങിന്, പിന്നെ എന്തിനിപ്പോൾ ഇത് വെച്ചാന്ന് വേറെ എന്തെങ്കിലും മെച്ചാവോ കേങ്ങിനും കപ്പക്കും നല്ല മെച്ചാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെങ്ങനെ അറിയാം ഉണ്ടാക്കുന്നത്? നീരുള്ളിയും പിന്നെ പച്ചമുളക്, ചീനമുളക് ഉണ്ടെങ്കിൽ ചീനമുളക് എടുക്കുക, അല്ലെങ്കിൽ പച്ചമുളക്, മല്ലിച്ചപ്പ്, പിന്നെ നമ്മളെ പുളിയില്ലേ കുറച്ച് പുളി ഇട്ടിട്ട് മിക്സിയിലൊന്ന് ക്രഷാക്കിയിട്ട് എടുക്കുക. ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് ഒരിത്തിരി ഓയിൽ ഒഴിക്കുക. കഴിഞ്ഞു, അത്ര തന്നെ. അങ്ങനെ ആക്കിയിട്ടായിട്ടില്ലേ ഈ ചൂട് കേങ്ങിലേക്ക് കൂട്ടിയിട്ട് കഴിക്കാൻ മക്കളെ പൊളി ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കവേ, എന്ത് പണിയില്ല. നീരുള്ളി, മല്ലിച്ചപ്പ്, പുളി, പച്ചമുളക്, കുറച്ച് ഓയിൽ, മല്ലിച്ചപ്പ് പറഞ്ഞില്ലേ അത്ര ഇട്ടിട്ട് മിക്സിയിൽ ജസ്റ്റ് അടിച്ചാൽ മതി. പേസ്റ്റ് പോലെ ആക്കണ്ട, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ക്രഷാക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ചൂട് കേങ്ങും സംഭവങ്ങളെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം അല്ലേ. പിന്നെ ഈ വീഡിയോ ഞാൻ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടും തോന്നുന്നു ഇത് സിറോട്ടൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത്. അങ്ങനെ സുറോട്ടെല്ലാം ചൂടോടെ ചുട്ടെടുത്തിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രയലിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അന്ന് സിറോട്ട്, പിന്നെ പൊരിയപ്പം, ഈത്തപ്പായല്ലേ, ഡേറ്റ്സ് മസാല ഫ്രൈ, അതിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായി. അങ്ങനെ അതെല്ലാം ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മസാലാക്കി കൊടുത്തതാണ്. ഭാവി, ഉമ്മ ഓരെല്ലാം ഒരു ഭാഗത്തിൽ പൊരിയപ്പത്തിന് ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ ഈത്തപ്പായ ഞാൻ മസാലാക്കി കൊടുത്ത് അതിനെയും ബോൾസാക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ ബോൾസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടും കട്ടാക്കിയിട്ട് അങ്ങനത്തെ എല്ലാം പണിയെടുത്ത് തന്നെങ്കിൽ നമുക്കൊരു എളുപ്പമാണെന്നൊരു ഹെൽപ്പായിട്ടാകുമ്പോൾ. പിന്നെ ചേച്ചീനെ ഞാൻ ഇന്ന് വിളിച്ചിട്ടില്ല ക്ലീനാക്കാൻ. ഇന്ന് കുറച്ച് ഓർഡറെല്ലാം ഉണ്ട് ഇങ്ങനത്തെ എല്ലാം. അപ്പോൾ ഇത് കൊടുത്തിട്ട് അതിന് ശേഷം നാളെ വിളിക്കുക എന്നിട്ട് പിറ്റേ ദിവസം വിളിച്ചെങ്കിൽ ആ പാത്രം എല്ലാം ക്ലീനാക്കുന്നത്, അടിക്കുന്നത്, തുടക്കുന്നത്, മുറ്റടിക്കുന്നത് അങ്ങനത്തെ എല്ലാ പണിയാണ്. ഈ ഓർഡറിൻ്റെ അന്ന് തന്നെ വന്നെങ്കിലേ എല്ലാം പണിയെടുത്തിട്ട് വന്നു. പക്ഷെ ബൈലോട്ട് അങ്ങനെ കച്ചറായിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അങ്ങനെ അപ്പോൾ പിന്നെ നമുക്ക് ബന്ധമരുന്നിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ബന്ധമരുന്നിന് കുറേ ആൾ ചോദിക്കുന്നത് അങ്ങനെ റേറ്റ് എല്ലാം ഒന്ന്. അത് kg 1200, ഹാഫ് kgക്ക് 600.
ഓക്കെ 1/4 കിലോ 300 അങ്ങനെ. അപ്പോൾ അതാ നല്ല പാങ്ങല സെറ്റായിട്ട് വന്നിട്ട് ഇപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. കൈക്കും കാൽക്കും തെറിച്ചിട്ടുള്ളതാ മാപ്പിളോട് ചെറിയിട്ടൊരു ചട്ടൻ്റെ നീളം കൂടി തോന്നുന്നു. അപ്പോൾ എനിക്കിങ്ങനെ മറ്റേ സ്റ്റീലിൻ്റെ ചട്ടനുണ്ട്, ഈ മരത്തിൻ്റെ ഹൈറ്റുള്ള ചട്ടൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതൊന്ന് കിട്ടിയില്ലെങ്കിൽ നല്ലതാണ് ഈ കൈക്കെല്ലാം തെറിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ ബന്ധമരുന്നിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യും കാര്യങ്ങളെല്ലാം ഒഴിച്ചിട്ടായതിനു ശേഷം ഇതിനൊന്ന് മാറ്റിയേക്കണം. തേങ്ങെണ്ണയും എള്ളെണ്ണയും അതെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഫൈനലി ഒരു നെയ്യ് ഒഴിച്ചിട്ടായിട്ടാണ് പിന്നെ മാറ്റിയേക്കുന്നത്. ഈ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ചട്ടീനെ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നില്ലേ, അപ്പോൾ ആണ് ഈ ബന്ധമരുന്നിൻ്റെ ശരിക്കുള്ള ഭാഗം. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പി കാണിച്ചു. എന്തിൻ്റെ റെസിപ്പി കാണിച്ചു? ബന്ധമരുന്നിൻ്റെ റെസിപ്പി ഒരിക്കലും ഞാൻ കാണിക്കാം, അത്ര പണിയുണ്ട്. അങ്ങനെ മാഷാ അല്ലാ ഡേറ്റ് മസാല ഫ്രൈ, പിന്നെ പൊരിയപ്പം, അങ്ങനത്തെ എല്ലാം എന്തെല്ലാം ഓർഡർ ഉണ്ടായി. ഇതിൽ ഒരു തന്നെ വീഡിയോ അല്ല ഞാൻ പറഞ്ഞിട്ട് 2, 3, 4 അല്ല ഒരാഴ്ചത്തെ വീഡിയോ എല്ലാം ആയെന്ന് തോന്നുന്നു. അങ്ങനെ മിക്സാക്കി എടുത്തതാണ്. പിന്നെ ബന്ധമരുന്നിൻ്റെ ഓർഡറെല്ലാം ഉണ്ടായിന് കുറച്ച് ജാസ്തി തന്നെ. ബന്ധമരുന്ന് ചോദിക്കുന്ന കുറേ ദിവസമായി നമുക്ക് അടിയായിട്ട് എടുക്കാനേ കഴിഞ്ഞിട്ടുണ്ടായി. ഇത് കുറച്ച് നല്ല പണിയുണ്ടല്ലോ ബന്ധമരുന്ന്, കുറച്ച് ഫ്രീ ടൈം തന്നെ വേണം അത് ഉണ്ടാക്കണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ട് ചെയ്യേണ്ടായിട്ട് അതാ ബന്ധമരുന്നായിട്ട് ഫുള്ള് സിറ്റെല്ലാം അങ്ങനെയാണ് തെറിച്ചിട്ട്. ഇനി അതെല്ലാം ഒന്ന് കിച്ചണെല്ലാം ഒന്ന് നല്ല വാങ്ങല ഷാമ്പിട്ടിട്ട് പോകാനെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അസ്രുവിൻ്റെ എല്ലാം ടിന്നിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉറങ്ങിയിട്ട് അണിച്ചിട്ട് വന്നതിന് ഒരു മൂടുമില്ലാതെ നല്ല വാങ്ങല കയറിയുന്നുണ്ട്. ഉറക്ക് തെളിഞ്ഞില്ല അങ്ങനെയല്ലേ പിള്ളമാറല്ലേ. പിന്നെ ഒന്ന് സെറ്റായിട്ടാണ് നേരാണെങ്കിൽ അങ്ങനെ അതാ പൊരിയപ്പം എല്ലാം റെഡിയായിന്, ബന്ധമരുന്നും റെഡിയായിന്, പ്രോട്ടീൻ പൗഡർ പിന്നെ റെഡി ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ബാക്കിയുള്ള ആൾക്കെല്ലാം സ്റ്റിക്കറെല്ലാം ഒടിച്ചിട്ടായതിനു ശേഷം പിന്നെ ഡെലിവറി ആക്കിയതാണ്. പിന്നെ നമുക്ക് ഗൾഫിലേക്കുള്ള ബീഫിൻ്റെ ഓർഡറും ഉണ്ടായി. അങ്ങനെ ബീഫ് റെഡിയാക്കാനെല്ലാം തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ദിവസം തന്നെ ഉള്ളതെന്ന്, ഓരോ ദിവസം ഇങ്ങനെ മാറിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ കുറേ ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ അതിനെല്ലാം ഇങ്ങനെ കൂട്ടിച്ച് വെച്ചിട്ടിട്ടതാണ്. എല്ലാം ഒന്ന് ഇട്ടിട്ട് അതിന് ശേഷം എല്ലാം ഒന്ന് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് അനങ്ങുന്നില്ല ഫോൺ അറിഞ്ഞാൽ. അങ്ങനെ അതാ ബീഫ് കറിയെല്ലാം റെഡി ആയിന്. പിന്നെ ബീഫിന് എത്രയാണ് നല്ല ചോദിക്കുന്നത്, ബീഫ് kg അല്ലേ 800 കൊടുക്കുന്നത്. അപ്പോൾ പള്ളിക്കറി, ബീഫ് പെപ്പർ കറി അങ്ങനെ എല്ലാം പോലുണ്ട്. പിന്നെ തേങ്ങ ഇട്ടത് കൊണ്ടുപോലില്ല, എന്തെങ്കിലും ട്രാവൽ കൊണ്ടുവന്നല്ലേ. അപ്പോൾ എവിടെയെങ്കിലും പുളിച്ചറുണ്ടാന്നിട്ട് തേങ്ങ ഇട്ടത് കുറവാണ് കൊണ്ടുപോല്. അല്ലെങ്കിൽ ഓരോരാൾക്കില്ല ചോന്ന മുളക് ഇട്ട പോലത്തെ അങ്ങനത്തെ കറിയാണ് ഇഷ്ടം. ഒരാൾക്ക് മറ്റേ ബീഫ് പെപ്പർ കറിയില്ലേ അങ്ങനെയാണ്. ഒരാൾ ഡ്രൈ ആണെന്ന് പറയും, ഒരാൾ കുറച്ച് ഗ്രേവി ഇരിക്കട്ട് അങ്ങനെ കുബൂസും കൂട്ടി കഴിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ പത്തൽ കൂട്ടി കഴിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ചപ്പാത്തി, അങ്ങനെയല്ല ഓരോരോ ഇഷ്ടത്തിന് അങ്ങനെ എല്ലാം കൊണ്ടുപോലുണ്ട്. പിന്നെ കൈപ്പത്തൽ ചുടര് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കൈപ്പത്തൽ ചുടുന്ന്, പക്ഷെ അതിനെല്ലാം നല്ല ടൈം എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അതിന് നിൽക്കലില്ല കൈപ്പത്തലിന്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോരോ ഓർഡറിൻ്റെ പുരക്കന്നെ വന്നിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ കുമ്പള ഷോപ്പിൽ വെച്ചെങ്കിൽ ഒരാടുന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ്. അപ്പോൾ അത് ബീഫെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കാൻ പറഞ്ഞിനോറ് കുറച്ച് സെറ്റായതിനു ശേഷം വരാമെന്നല്ലോ. അങ്ങനെ ഞാനെല്ലാം പാക്കാക്കിയിട്ട് നമ്മളെ വീഡിയോവും ഫോട്ടോസും എല്ലാം എടുത്തിട്ടതിന് ശേഷം ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ പാക്കിങ് ആക്കിയിട്ട് ഒരു 5 kg എന്തോ ആണോ ബീഫ് കുറേ ദിവസമായി കൊടുത്തിട്ട് ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ 5 kg ഇങ്ങനെ ഇപ്പോൾ വേറെ കവറിലെല്ലാം ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചിന്. പിന്നെ നമ്മൾ ഇതെന്താ പറയുക കാണിക്കുന്നത്, നല്ലൊരു ചിക്കൻ റെസിപ്പി കാണിച്ചു തരാം. ഓക്കെ, അതിന് ഞാൻ നല്ല അടിപൊളി ബൗളെല്ലാം കൊണ്ടുവന്നിന് ഗോൾഡൻ തീമിൽ തന്നെ ആക്കിയിട്ട് അങ്ങനെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചിക്കൻ്റെ കറി റെഡി ആകാൻ വേണ്ടിയിട്ടുള്ള സംഭവം എല്ലാം വെക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഞാനില്ലേ ഇത് ഇൻസ്റ്റാൾ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന് മാഷാ അല്ലാഹ് കുറേ ആൾ ട്രൈ ആക്കി അടിപൊളിയാണെന്നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിനറിഞ്ഞാൽ അപ്പോൾ ഇനി നിങ്ങൾ ഒന്ന് നോക്ക്. ഓക്കെ, അപ്പോൾ എല്ലാം ഇൻസ്റ്റയിലിട്ടെങ്കിൽ നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവർക്കെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇടുന്നത്. നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കാം. നമ്മൾ മറ്റേ ചിക്കനായിട്ട് കുറച്ച് വ്യത്യാസമാക്കിയിട്ട് അതെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അതിനും വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം കറിവേപ്പിട്ടിട്ടായിട്ടില്ലേ ഉള്ളിയും തക്കാളി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തക്കാളി കുറച്ച് കൂട്ടാം, ഉള്ളി കുറച്ച് കുറയ്ക്കാം. ഞാനിപ്പോൾ 2 നീരുള്ളിയും 3 തക്കാളിയാണ് ഒന്ന് എടുത്തിനത്. പിന്നെ രാത്രിക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് അങ്ങനെ ആ മസാല എല്ലാം ആവാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിന്. ഒരു ഇത്തിരി ഉപ്പെല്ലാം ഇട്ടിട്ട് വെച്ചിട്ട് അതിന് ശേഷം മുടിച്ച് വെക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടെ, ലോ ഫ്ലെയിം ആക്കണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചങ്ങാന്ന് ടേസ്റ്റ്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ചിക്കനെല്ലാം ഒന്ന് വലിയ പീസ് നമുക്ക് ഇഷ്ടമല്ല, കുഞ്ഞു പീസാകുമ്പോൾ നല്ല വാങ്ങില്ലേ. അങ്ങനെ ഞാൻ കുഞ്ഞു പീസാക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ നല്ല വാങ്ങലൊന്ന് വാഷാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ വാഷാക്കിയിട്ട് എടുക്കുന്ന ടൈമിലില്ലേ അവിടെ ഉള്ളിയും തക്കാളിയും നല്ല വാങ്ങല മസാല ടൈം അത് നല്ല ഇങ്ങനെ ബന്ധിട്ട് ഒടിഞ്ഞിട്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്.
അങ്ങനെതാ നല്ല ഗോൾഡൻ കളറായിട്ട് കുറച്ച് കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇതിനെ ഫുള്ളൊന്ന് മിക്സ് ആയിട്ട് ആയതിന് ശേഷം ഇല്ലേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതാ ഞാനെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ആയതിന് ശേഷം എന്നിട്ട് ഈ ഫ്ലെയിമിൽ തന്നെ വെക്കണോ. എന്നിട്ട് അതിലെ ചിക്കനെല്ലാം നല്ല പങ്ങളെ വാഷാക്കി ചിക്കൻ ഇട്ടിട്ട് ആയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ മസാല ഇല്ലേ അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഫസ്റ്റ് തന്നെ ഇല്ലേ ഞാനൊരു 1.5 സ്പൂൺ മഞ്ഞൾ, പിന്നെ ഒരിത്തിരി ചിക്കൻ മസാല, ഒരിത്തിരി ജീരകപ്പൊടി അങ്ങനെ എല്ലാം ഇടും. പിന്നെ ഞങ്ങൾക്ക് ഈ മെഷർമെൻറ്റ് ഞങ്ങൾക്ക് അങ്ങനെ ശരിയാകുന്നില്ല. ഞാനില്ല നമ്മളൊരു കൈ കണക്കാന്ന് നമ്മളൊരു കയ്യിലല്ലോ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെയാന്ന് ഇടല. ഞങ്ങൾക്ക് ഏറെ ഈ റെസിപ്പി ചെയ്യാൻ ഒരു മടിയാന്ന്. എന്താ പറയുക നിങ്ങൾക്കെല്ലാം ഇങ്ങനെ കാണിക്കുന്നത് മെഷർമെൻറ്റ് കറക്റ്റ് കാണിക്കണ്ടേ, അതെനിക്ക് എന്നെ കൊണ്ട് പറ്റാത്ത സംഭവം. ഞാനെല്ലാം ഇങ്ങനെ കൈയോടാണ് നമുക്കെല്ലാം ഒരു നേരാകുന്നത്. ഇപ്പോൾ ഉപ്പിടുന്ന എങ്ങനെ ഒരാൾ ഉപ്പെല്ലാം സ്പൂണിലെല്ലാം ഇടുന്നത് നമുക്കത് നേരാന്നേ ഇല്ല. എനിക്ക് നമ്മൾ ആ കൈയോട് ഒരു പൊടി വാരിയിട്ടിട്ടാണ് ഒരു നേരെ കറക്റ്റാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ മസാല, മഞ്ഞൾ, ജീരകപ്പൊടി, കുരുമുളക് പൊടി എല്ലാ ഐറ്റംസും ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ മൂടി വെച്ചിട്ട് പിന്നെയും കുറച്ച് ടൈം വേവിക്കുക. പിന്നെ ചിക്കൻ അല്ലാതെ ഒരിത്തിരി തന്നെയല്ലേ വേണ്ട, കുറേ ഇല്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്കിതാ മസാല ആക്കിയിട്ട് എടുക്കാം. അതിനുള്ളൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരു 6 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഒരു ഫുള്ള് വെളുത്തുള്ളി, ഒരു പൊടി മല്ലിച്ചപ്പിലേക്ക് ഒരിത്തിരിയില്ല ഒരു 4 പുതിന ഇല്ല പുതിനാവും കൂട്ടിയിട്ട് അരച്ച് കൊടുക്കുക. പുതിന ഒരിത്തിരി വേണ്ടിയാൽ മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇരിക്കട്ടെ. നല്ല പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഈ പേസ്റ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പിലല്ല ചിക്കൻ കറി വെക്കുന്നത്. ഇന്നൊരു വെറൈറ്റി ഇങ്ങനത്തെ എന്തെല്ലാം ഒന്ന് നമ്മൾ റെസിപ്പി ഒന്ന് ട്രൈ ആക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലെ ചപ്പാത്തീൻ്റെ കൂടെ പൂരി, നെയ്ച്ചോറ്, പത്തൽ എന്തിൻ്റെയൊക്കെയും വേണം കഴിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിച്ചത് എന്താ പറയുക ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾ നോക്കുക അങ്ങനെ പുതിനാവെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം നല്ല പാങ്ങൾ പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ടായതിനു ശേഷം ഈ വെന്ത ചിക്കനില്ലേ ഇതിലേക്ക് ആ പേസ്റ്റിന് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നല്ല വങ്ങളെ തിളക്കുമ്പോൾ മാറ്റി വെച്ചെങ്കിൽ നമ്മൾ നല്ല അടിപൊളി ചിക്കൻ കറി റെഡി. ഓക്കെ, ഈ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 10 ദിവസമായെന്ന് തോന്നുന്നു. 3 ദിവസമായി ഞാൻ വോയിസ് കൊടുക്കുന്നത് പകുതിയിൽ നിന്ന് പോകുന്നു. ഞാനിരിക്കുന്നു എന്ത് റബ്ബരി ഇങ്ങനെയെന്ന്. അന്ന് ലാസ്റ്റ് കുറച്ച് കുരുമുളക് ഇല്ലേ ഒരിത്തിരി ഞാൻ എന്നെ വറുത്ത് പൊടിച്ച മുളക് പൊടിയില്ലേ അതും ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്, നല്ല സ്പൈസി ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം മിക്സ് ആയതിനു ശേഷം ഇല്ലേ ഒരു നല്ല തിളച്ച വെള്ളവും കുറച്ച് കൂട്ടിയിട്ടായതിനു ശേഷം നമുക്ക് തിളക്കുമ്പോൾ മാറ്റിയേക്കാം. ഓക്കെ, നല്ല വാങ്ങല മിക്സ് ആകുമ്പോൾ തന്നെ മസാല നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടറിഞ്ഞാൽ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇതന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിനായിട്ട് കുറച്ച് റിച്ച് ആക്കണമെങ്കിലേ ഇതിലേക്ക് കാഷ്യൂ വേണം അരിച്ചിട്ട് കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂ ഒന്ന് അരിച്ച് കൂട്ടിയിട്ടാ അതല്ലെങ്കിൽ ഇല്ലേ ഈലെന്നെ നമുക്ക് കുരുമുളക് ഇപ്പൊക്കെ ഉണങ്ങിയത് അതെല്ലാം ഇട്ടിനത് പൊടിയെല്ലാം. അതല്ലാതെ പച്ചക്കുരുമുളക് ഉണ്ടാകുന്നില്ല, അത് നമ്മളെടുത്തുന്നുണ്ടാവില്ല ഈ തോട്ടമുള്ള അടുത്തുള്ള ഈ പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അതരിച്ചിട്ട് പൊട്ടിയത് നല്ല ടേസ്റ്റാണ്. ഒരു കുരുമുളകിൻ്റെ ഒരു റെസിപ്പി ഉണ്ട് ഫിഷിൽ ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇരിക്കും. എപ്പോഴെങ്കിലും എനിക്ക് കുരുമുളക് ഇടുന്നെങ്കിൽ കിട്ടിയെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ അടിപൊളി കറിയെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ കറിയല്ല. അപ്പം നമ്മൾ ടേസ്റ്റ് കറിയിൽ നല്ല ടേസ്റ്റിൽ തന്നെ വെള്ളം വേണം കഴിക്കണേം വേണം. അങ്ങനെ നല്ല അടിപൊളി പാത്രത്തിലെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിന് ഇതൊന്ന് തളിച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഒരു ബൗളിൽ വിളമ്പെടുക്കാം. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാനേയും മാപ്പിളയും മക്കളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അൽഹംദുലില്ലാഹ് ഫുഡെല്ലാം രാത്രി കഴിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് പറഞ്ഞാൽ നിങ്ങളെ ലൈക്കും കമൻറ്റെല്ലാം കാണുമ്പോൾ പിന്നെയും വീഡിയോ ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്നത്. മാഷാ അല്ലാഹ് കുറേ കമൻറ്റെല്ലാം ഉണ്ടാകുന്നു വീഡിയോ കാണുന്നില്ല എന്ത് കഥയെന്നെല്ലാം. ഇതൊക്കെ തിരക്കാം നമുക്ക് എല്ലാം മുങ്ങിയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും വിചാരിക്കുന്നത് ഡെയിലി ഇടണമെന്ന്. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ഇതായിട്ട് മറന്നു. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, കഴിയുന്നെങ്കിൽ നമ്മൾ 2 ദിവസത്തിനൊരിക്കും വീഡിയോ അപ്ലോഡ് ആക്കാൻ നോക്കണം. എന്തായാലും ഇത് നമ്മളൊരു ജോബ് പോലെ തന്നെയല്ലേ. ഇതിനെങ്ങനെ ഏറ്റെടുത്തിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ജ്യൂസ് എല്ലാം കഴിച്ചിട്ടായിട്ട് പിന്നെ നമുക്ക് ഇടുന്നത്. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.